തന്റെ അഭിപ്രായം തുറന്നു പറയാൻ മടിയില്ലാത്ത മലയാള സിനിമാ മേഖലയിലെ ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത്. തന്റെ ആദ്യകാലങ്ങളിൽ തന്നെ പാർവതി തന്റെ അഭിനയ രംഗത്തെ മികവ് തെളിയിച്ചതാണ്. പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബാംഗ്ലദേശിലൂടെയാണ് താരം തിരികെ എത്തിയത്. പിന്നീട് പാർവതിയുടെ കഴിവ് അടയാളപ്പെടുത്തിയ ഒരുപിടി കഥാപാത്രങ്ങൾ. ഇതിനോടൊപ്പം തന്നെ വിവാദങ്ങൾക്കും കുറവില്ലായിരുന്നു. പാർവതി തന്റെ അഭിപ്രായം തുറന്നു പറയുമ്പോൾ അതിനെ വിമർശിച്ചും കളിയാക്കിയും ഒരുപറ്റം ആളുകൾ രംഗത്തെത്തുമായിരുന്നു. സൈബർ അതിക്രമം നേരിട്ട നടിമാരിൽ മുൻപന്തിയിലായിരുന്നു പാർവതി. പക്ഷേ പാർവതിയുടെ അഭിപ്രായങ്ങൾ സത്യമായിരുന്നു എന്ന് കാലം പിന്നീട് തെളിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാനും WCCയിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാനും പാർവതി ഉണ്ടായിരുന്നു. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പാർവതി പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. WCCയെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ചോദിച്ചപ്പോഴാണ് പാർവതി പല കാര്യങ്ങളും പറഞ്ഞത്. താനും ഒരു അതിജീവിതയാണെന്നാണ് പാർവതി വെളിപ്പെടുത്തിയത്. തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച്, സിനിമാ മേഖലയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പലവട്ടം അമ്മ സംഘടനയെ അറിയിച്ചെന്നും അപ്പോൾ സംഘടന വിഷയത്തെ ലളിതമാക്കിയെന്നും നമ്മൾ ഒരു കുടുംബമാണ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ കഴിക്കാൻ വരണമെന്നും അത് ആഘോഷിച്ചിട്ട് പോകാമെന്നും ഒക്കെയായിരുന്നു മറുപടി ലഭിച്ചതെന്നും പാർവതി പറയുന്നു. കൂടാതെ താൻ ഇക്കാര്യമെല്ലാം ഹേമ കമ്മിറ്റിയിൽ അറിയിച്ചതായും നടി പറയുന്നു. 4 വർഷമായി താനൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ആ സിനിമയിൽ തനിക്ക് പറയാനുള്ളതെല്ലാം ഉണ്ടാകുമെന്നും നടി പറയുന്നു. സിനിമാ സെറ്റുകളിൽ ടോയ്ലറ്റ് വേണമെന്ന് നിർദ്ദേശം താൻ മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാവരും തന്നെ ടോയ്ലറ്റ് പാർവതി എന്ന് വിളിച്ച് കളിയാക്കിയെന്നും നടി ഓർക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.